എനിക്ക് സോളോ ഒന്നും വേണ്ട. എന്താണ് സോളോ എന്ന് പറഞ്ഞാൽ കുര്യൻ വന്നാൽ MRC കുര്യൻ ഭരിക്കും എന്ന് പറയുന്നുണ്ട്. എന്നാ കുര്യൻ സോളോ ചെയ്യട്ടെ. കുര്യൻ സോളോ ലെറ്റ്സ് ഗോ. കുര്യൻ എന്താ ഇങ്ങനെ ചാറ്റിലും വായിക്കും. ചാറ്റ് കാണുന്ന എന്തെല്ലാം ഈ സ്ക്രീനിൽ എന്തെല്ലാം കാണുന്നുണ്ടോ, ഇപ്പുറത്ത് സൂപ്പർ ചാറ്റ് ഇപ്പുറത്ത് ചാറ്റ്, ഇതിൽ എന്തെല്ലാം കാണുന്നുണ്ടോ എല്ലാം വായിച്ച് റിപ്ലൈ. കല്ലിട്ട പാലത്തെ കുട്ടാപ്പി ഇന്നലെ കാളയെ പിടിച്ചു. ഇതെന്തൊരു കല്ലിട്ട പാലത്തെ കുട്ടാപ്പി ഇന്നലെ കാളയെ റാൻഡം ആയിട്ട് ഒരു സെന്റൻസ് ചാറ്റ് GPT വെച്ചിട്ട് ചെയ്യുന്നോ നിലവില്. വായിക്കേ. പവർ 20 രൂപ. ഇവന്റെ ഇത് കാണാൻ രസമല്ലേ, ഇവനിങ്ങനെ ഓക്വേർഡായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ അല്ല പഠിക്കുന്നത്. ഈജിപ്തിൽ 5G വന്നത് വെൽക്കം ബാക്ക് ടു ഈജിപ്റ്റ്. ഇവർ 2 ദിവസമായി ഈജിപ്ത് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഞാൻ ഈജിപ്തിൽ വരാം, നീ വെയിറ്റ് ആക്ക്, വരാം. ഇപ്പൊ നല്ല തിരക്കാണ്, ഓട്ടത്തിലാണ്, മനസ്സിലാവും, ഒന്ന് ഫ്രീ ആകട്ടെ. മമ്മൂക്കാക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്യണ പോലെ മമ്മുവിന് വെയിറ്റ് ചെയ്യുന്നോ. കുര്യൻ വന്നാൽ MRC കുര്യൻ ഭരിക്കും. ബാബുരാജ് ബോണ്ടായി ശരത്തിനെ പോലെ ആ ബാബുരാജ് കൗണ്ടർ കിങ് ഷമീർ എന്ന് പറഞ്ഞിട്ട് ദ റിയൽ ഫുഡ്സ് ബ്രോ. നീ ഓക്കെ അല്ല? ഹൗ വാസ് യുവർ ഡേ? ലവ് യു. എടാ ഓക്കെ ആണോന്ന് ചോദിച്ചാൽ ക്ഷീണം ഉണ്ടടാ, മൊത്തത്തിലൊരു എനർജി ലോസ് ഉണ്ട്. അത് ഉറക്കത്തിന്റെ അത് നാളത്തേക്ക് ശരിയാക്കാം. അപ്പൊ എനിവേ എന്താ കാര്യം ആക്ടിവിറ്റീസ് നമുക്ക്. ഞാനൊരു കാര്യം പറ്റേ, കുറെ ടോക്ക് ചെയ്യാനുള്ള ഇതില്ല ഇന്ന്, മനസ്സിലായി. ഇന്ന് കുറെ ടോക്ക് ചെയ്തിരിക്കാനുള്ള ഒരു എനർജി ഇല്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് പരിപാടികളിലേക്ക് കടക്കാം. എന്താ ചെയ്യേണ്ടതെന്ന് പറ, ചാറ്റ് പെട്ടെന്ന് പറ. ലെറ്റ്സ് ഗോ. എടാ നീ ഇങ്ങനെ ബെല്ലം പൊതിഞ്ഞ പോലെ നിക്കല്ലോ, നിനക്കിപ്പൊ ഒരു ഫാൻ ബേസ് എല്ലാം ആയിട്ടുള്ള നീ ഇങ്ങനെ ഇതാക്കല ആക്റ്റീവ്. നീ കോഴിമുട്ട പുഴുങ്ങിയ പോലെ നിക്കല്ല. എന്താ സംസാരിക്കോ കുര്യാച്ച? പവർ കാണിക്കുന്നില്ല. നിന്റെ സംസാരം കേൾക്കുക 10,000-കണക്കിന് ആൾക്കാരാണ് കാത്തിരിക്കുന്നത്. സംസാരിക്കുന്നീ. നിനക്ക് എന്താ നീ ലോകത്തിനോട് പറയാനുള്ളത്? ആരോ കൂലിന്റെ എന്താ കൂലി? പാപ്പച്ചൻ ഭയങ്കര ഡൊണേറ്റഡ് 40 rupees. എന്താ മോനെ കൂലി കാണാൻ പോയിട്ട് ഇന്നത്തെ പണിയും പോയി, ഇന്നത്തെ കൂലിയും പോയെന്ന് പറഞ്ഞ പാവം. കുര്യാക്കോസ് കൂലി കണ്ടില്ല അല്ലേ? നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇവന് ഇല്ലടാ. നമ്മ 5-6 ദിവസം മുമ്പ് ബുക്ക് ചെയ്തതല്ലേ കൂലി. കാണാ കണ്ടിട്ട് കാര്യമില്ല മോനെ. ചിലപ്പോ കുര്യാക്കോസിന് ഇഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് അല്ല. എനിക്ക് രജനീകാന്തിന് ഇഷ്ടല്ലേ? എനിക്ക് രജനീകാന്തിന് ഇഷ്ടല്ലേ? അതെന്താ? എനിക്ക് കമലഹാസനെ ഇഷ്ടം. ആണോ? പക്ഷെ എന്നാലും ആക്ഷൻ ഇഷ്ടല്ലേ എനിക്ക്? തമിഴ് വേണമെങ്കിൽ ഇഷ്ടല്ലേ? ചെറുതായിട്ട്. നിനക്ക് ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണല്ലേ നീ പറഞ്ഞത്? കണ്ടറിയാലോ നീ ഒരു വിജയ് ഫാനാന്ന്. വിജയ് ഇഷ്ടമല്ലേ? വിജയ് വിജയന് ഇഷ്ടമല്ല? സൂര്യ എനിക്ക് ആക്ഷൻ ഇഷ്ടമാന്ന് പറഞ്ഞില്ല നീ. ഇതില് മൊത്തം ആക്ഷനാ. ഇതില് ഫുള്ള് തുടങ്ങുന്ന മുതൽ ലാസ്റ്റ് വരെ ഇങ്ങനെ വെറുതെ അരല്ലോ അടിക്കലാന്ന് ഇങ്ങനെ മെരിച്ചെടുത്ത് എണീച്ച് വരല്ലോ. അയ്യോ അല്ല, സ്പോയിലർ അല്ല. ബൈ ന്യൂ ചെയർ എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ചെയറിനെന്താ ഇപ്പൊ ചെയറിനെന്താ സീൻ? ഇത് നല്ല ഇതില് ഞാൻ ഇരുന്ന എന്റെ തയഞ്ഞാണ്. ഇത് തയഞ്ഞിങ്ങനെ നല്ല കംഫർട്ട് ആയതോ. ചെയർ മാറ്റണോ? ചെയർ മാറ്റണോ? അഖിൽ സോളോ ചെയർ മാറ്റണോ? നീയാണ് ചെയർ മാറ്റിയാലോ? നിനക്ക് പേടി വരുന്നുണ്ടാ? പേടിയുണ്ടാ? എന്തിനു പേടിക്കണം? പുതിയ അങ്ങനെ ഏതെങ്കിലും കൊളാബ് ആക്സെപ്റ്റ് ചെയ്താൽ മതി. കുറെ കൊളാബ് ഗെയിമിംഗ് ഇതിന്റെ എല്ലാം ചെയറിലെല്ലാം കൊളാബ് വന്നിട്ട് എടുക്കുന്നുണ്ട്. ഏതെങ്കിലും ആക്സെപ്റ്റ് ചെയ്താൽ മതി. മങ്കി കറിയല്ല, കുര്യാച്ചൻ ഇന്ന് മങ്കി ബുദ്ധി മിനിഞ്ഞാന്ന് കുര്യാച്ചന്റെ പവർ. മിനിഞ്ഞാന്നത്തെ സ്ട്രീം അല്ല, സോറി ഇന്നലെ. ഇതെന്താ ഭയങ്കര ലോങ് ആയിട്ട് വന്നു. ഇന്നത്തെ ദിവസം ഉറങ്ങാത്തോണ്ട് ഭയങ്കര ലോങ് ആയിട്ട് വന്നു. മിനിഞ്ഞാന്ന് നീ ഐഡി വാങ്ങിയ പോലെ എനിക്ക് തോന്നുന്നത്. അത്രയും ലോങ് ഡേ പോലെ തോന്നുന്നു എനിക്ക്. ഇത് ഇന്നലെ ഐഡി വാങ്ങിയത് കുര്യാച്ചന്റെ റിസ്. അതിന്റെ മുകളിൽ വെക്കട ഒന്ന്. ഷമീറിന്റെ റിസ് ഒന്നുമല്ല, ഞാൻ കാര്യം പറയാം. ഷമീർ റിസാണ്. ഷമീർ പെമ്പിള്ളറെ കാണുമ്പോൾ അടിയാകുന്നല്ലാണ്ട് കുര്യാക്കോസ് നല്ല റിസ് ഇങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ടാണ് ഐഡി വാങ്ങിയത്. എന്താ പറയുന്നത് അല്ല? ഇന്ന് വാങ്ങോ? ട്രൈ ചെയ്യാം.
അപ്പൊ ആദിൽ കുര്യാച്ച പ്രതിമ ആണോ? ആദിൽ പ്രതിമ ആണോ? ഒന്നും മിണ്ടടേ എന്ന് പറയുന്നുണ്ട്. അതിലെ നീ വെള്ളം കുടിക്കാൻ ആദിൽ എന്താ പോയതല്ല. സംഭവം? ഞാൻ പ്രതിഭ ആണോ ഒന്നും ആദിൽ എപ്പം വന്നിട്ട് ഇവിടെ സൈഡിൽ നിൽക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഒന്നും മിണ്ടൊന്നും ചെയ്യില്ല. ചങ്ങായി അതിനോട് ഇപ്പൊ അല്ലല്ല ഇവരോടൊന്നും ചോദിക്കാറ്റാവില്ല. നിന്നോട് ചോദിച്ചിട്ടുണ്ട് ആദിൽ പ്രതിമയാണോ ഒന്നും മിണ്ടടേ എന്ന് പറയുന്നുണ്ട്. ഉത്തരം കൊടുക്കുക. എടാ ഇതാ ചോദിച്ചു അതിനെന്താ പറയുന്നത്? പറ അതിനൊരു ഉത്തരം കൊടുക്ക്. അതിന് പ്രതിമയാണോ എന്താ ഒന്നും മിണ്ടുന്നില്ല. അതിനൊരു ഉത്തരം പറ. മിണ്ട അതിന് വേണ്ടിക്കോളാം. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്നിട്ട് വോയിസ് ഓഫ് ഇസ്ലാമിക് സയൻസ് 15 ആയില്ലല്ലോ. 15 ആയോ? 12 മണി ആയോ? റിപ്പബ്ലിക് ഡേ. ഓ 12 മണി. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എവരിബഡി. ലെറ്റ്സ് ഗോ. പൊളിക്ക് അല്ല ഇത് പൊളിക്കാൻ മാത്രം. ഇത് ഫ്ലാഗ് ഓടിച്ചില്ലേ? ഇന്ന് ബർത്ത്ഡേയാ. ബർത്ത്ഡേ ഇൻഡിപെൻഡൻസ് ഡേ. ജിപേ പേയ്മെന്റ് ലിമിറ്റ് എക്സീഡ് ഇടുന്ന ഇതുപോലെ ജിപേ ഇതിന്റെ പോലെ ഗാന്ധിജിക്ക് ഇപ്പൊ എത്ര വയസ്സായി? ജിപേ ഓഫ് ആക്കി ഇടണം. എനിക്ക് തോന്നുന്നു 70 എത്ര വയസ്സായെന്ന് എനിക്ക് തോന്നുന്നു. 71 ഒരു 150-200 വയസ്സുണ്ടാവും ഗാന്ധിജിക്ക്. പിന്നെ ജിപേ ഓഫ് ആക്കി. ഗാന്ധിജി Okay. വയസ്സില്ലടാ. നിന്റെ പ്രായമില്ല എടാ ഗാന്ധിജിക്ക്. ഈ പേയ്മെന്റ് ലിമിറ്റ് എല്ലാം അടിക്കുന്നെല്ലാം ശരിയാക്കും. ഗാന്ധിജിന്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. അന്ന് ഇതുപോലെ ആയല്ല കുറച്ച് ദിവസം മുമ്പ്. ഫോട്ടോ അന്ന് റെഡിയാക്കിയത് വീണ്ടും നാളെ എന്തായാലും ഫുൾ റെഡിയാക്കണേ. നല്ല പ്രായം ഉണ്ടല്ലേ. പിന്നെ ആയിരിക്കും ഗാന്ധിജിക്ക്. നിങ്ങക്ക് എടാ മോനെ നീ ഇങ്ങനെ ബുദ്ധിയിരിക്കില്ല. ഗാന്ധിജിന്റെ കൂടെ പഠിച്ചിട്ടില്ലേ? ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ചാറ്റ് വായിക്ക് എന്നിട്ട് റിപ്ലൈ കൊടുക്ക്. ഇവന്റെ ഉപ്പ് പഠിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ കൂടെ. എങ്ങനെ അപ്പൊ ജവഹർലാൽ ഗാന്ധിജിക്കാണ്ട് പ്രായോ? ഏറ്റവും കൂടുതൽ പ്രായം. അല്ല ഗാന്ധിജിക്കാണ്ട് പ്രായം ജവഹർലാൽ നെഹ്റുവിന്. അങ്ങനെയാണോ? അതും ഇതായിട്ട് എന്താ ബന്ധം? ഈ ബന്ധം എന്തെങ്കിലും ഉണ്ടാക്കണം. ജാസിനെ മിസ് ചെയ്യുന്നില്ല. എടാ എന്നാ നോർമൽ ഡ്രസ് ഇട്ടിട്ട് വാടാ ജാസേ. നോർമൽ ഡ്രസ് ഇട്ടിട്ട് വാ നീ എന്നാ. നിന്റെ ഈ വേലക്കാരൻ വേഷം മാറ്റിട്ട് വാ. മിസ് ചെയ്യുന്നില്ല നിന്നെ. കിക്ക് വന്ന് സിദിൻ പ്രദീപിന്റെ ചെക്ക് ചെയ്യാൻ പറഞ്ഞത് എന്താ സിദിൻ പ്രതീക്ഷ ഇട്ടത്? Bro, tomorrow is Independence Day. We all are soldiers from MP. Give me a big shout out for all soldiers. Guys, your life is so entertainment. നല്ല റിലാക്സേഷൻ ആണ്. ആഫ്റ്റർ ഡ്യൂട്ടി കീപ് ഗോയിങ്. നാട്ടിൽ വന്ന കാണാട്ടോ. താങ്ക് യു ബ്രദർ. താങ്ക് യു സിദിൻ ബ്രോ. താങ്ക് യു. നമുക്ക് വേണ്ടിട്ടാടാ ജീവൻ എന്താ പറയാ ജീവൻ പടയം വെച്ചിട്ട് നിങ്ങളാടാ നമുക്ക് വേണ്ടി കാവലിരിക്കുന്നുണ്ട്. താങ്ക് യു സിദിൻ ബ്രോ. താങ്ക് യു. ലവ് യു ബ്രോ. ലവ് യു. വന്ദേ ഭാരത്. മമ്മൂന്റെ വന്ദേ ഭാരത്. എടാ വന്ദേ ഭാരതം അല്ല വന്ദേ ബസ്സിന്റെ പേരല്ലേ? വന്ദേ രാം. വന്ദേ മന്ദാരം. എടാ വന്ദേ ഭാരത്. വന്ദേ രാമ. വന്ദേ രാമ. വന്ദേ ഭാരത് ബസ്സാണ്. വന്ദേ മാതരം എന്നാ. ആ വന്ദേ ആടാ സോറി വന്ദേ മാതരം. സോറി നീ ഞാനല്ല ഞാൻ കറക്റ്റാ പറഞ്ഞത്. ആരാ തെറ്റിച്ചത്? എടാ നീ അല്ല എനക്ക് അറിയുന്നത് എനിക്ക് വന്ദേ മാതരം എനിക്ക് അറിയുന്നതാ. ഇത് ഇവൻ വന്ദേ മന്ദാരം എന്നാ നീ പറഞ്ഞത്. മാതരം. വന്ദേ ഇവൻ വന്ദേ ഭാരതം എന്ന് പറഞ്ഞു. എടാ വന്ദേ മാതരം അറിയാത്ത ആരാ ഉള്ളത്? ഈ സംഭവം എനിക്ക് അറിയാലോ. ഇവനെ ഭാരത് പറഞ്ഞ തെറ്റിച്ച് എനിക്ക് എനിക്കെന്നെ കൺഫ്യൂഷനായി. എല്ലാവർക്കും തെറ്റി അങ്ങനെ. ഈ ഞാൻ പറഞ്ഞത് കറക്റ്റാ. നിങ്ങൾക്ക് വിവരമില്ലാത്തോണ്ടാ. എന്റെ ഒരു ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ എത്തുന്നില്ല. അതാ പ്രശ്നം. അപ്പൊ കുറച്ചുകൂടെ ഇറങ്ങി ചെല്ലണം താഴോട്ടല്ല മുകളിൽ. നാഷണൽ ആന്തം വെക്കാൻ പറഞ്ഞു. നാഷണൽ ആന്തം വെച്ചിട്ട് മറ്റേ കൊടി വരത്താം. നമുക്ക് നാളത്തെ സ്ട്രീമിൽ കൊടി വരത്താം. നാളെ നമുക്ക് ഗാന്ധിജിയിലായിട്ട് ഇന്നല്ല നാളെയാണ് ഇൻഡിപെൻഡൻസ് ഡേ. പൊട്ടാ നാളെ നമുക്ക് എന്നാ ഓഗസ്റ്റ് 15 നാളെ. എന്തോ രാത്രി അങ്ങനെ വെച്ചുകൂടെ പായസം നാളെ നമുക്ക് കൊടി നാട്ടാ മറക്കല്ല. എന്നാ ജാഥ പോയാലോ? ജാഥ പോയ ലഡു സാധനങ്ങളെല്ലാം കിട്ടും. പച്ച ലഡു എല്ലാ ലഡുവും കിട്ടും. പ്രോട്ടീനും കിട്ടും. കിക്ക് ബ്ലൂ ആരാ? നമ്മളെ കുര്യൻ. ഇതെന്താ ഇന്നലെ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല നിങ്ങൾ പറഞ്ഞത്? മധുരം കൊടുക്കണം. കുര്യൻ ശോകമാവുന്നുണ്ടെന്ന് പറയുന്നത്. നീ എന്തെങ്കിലും സംസാരിക്കടാ. കുര്യാച്ച ചാറ്റ് വായിക്ക്, റിപ്ലൈ കൊടുക്ക്. ഇങ്ങനെ സ്ട്രീമിങ് പഠിക്കണ്ടേ നിനക്ക്? ശരിക്കും നിന്റെ ലക്ഷ്യം എന്താ? നിന്റെ ഡ്രീം എന്താ? എനിക്ക് കണ്ടെയ്നർ ഡ്രൈവറാണ്. ഇതെന്താണ്? എന്ത് ഇവന്റെ ലക്ഷ്യം? എന്തിന്റെ ലക്ഷ്യം? പൈലറ്റ് ആണെന്നാ? കണ്ടെയ്നർ ഡ്രൈവർ ആണെന്നാണല്ലോ ഇവന്റെ ലക്ഷ്യം. അതായത് ലോറി ഡ്രൈവറാ. അത് നല്ല പണിയെല്ലാം തന്നെയാ, നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പണി തന്നെ. പക്ഷെ എന്നാലും എന്താ അങ്ങനെ പാഷൻ അല്ലടാ അങ്ങനെ ഒരു പണി തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? ഓനിക്കത് ഇഷ്ടായിരിക്കും ചിലപ്പോ.
കണ്ടെയ്നർ ഓടിക്കാൻ ഓടിക്കാൻ ആ വലിയ വണ്ടി ഓടിക്കാനുള്ള ഒരു ത്വരയാ നിന്റെ മനസ്സിലെ? ആഗ്രഹം. മാറ് പണ്ട് JC പഠിക്കുന്ന പോലെ. ആ JCB പോലെ നീ ഇങ്ങോട്ട് വാ പോലെ കുരിയാച്ച എല്ലാരും അതിൽ നിന്ന് നീ അതെ പാൽക്കട്ട നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ടാ? പഴയതേണ്ട നല്ല ടേസ്റ്റ്. ഉറങ്ങുമ്പോ തോന്നാം. ഈ ലൈവിനിടക്ക് ഓരോ സാധനങ്ങൾ എടുത്ത് ബായിൽ തരല്ലേ ഇങ്ങനെ ഓരോ ടിപ്സ് മറ്റേ അത് ഇത് ഇത് വന്ദേ ഭാരത് ആയിക്കോണ്ടാ. ഇതായോണ്ട് ഗാന്ധിജിയുടെ ബർത്ത്ഡേ അതൊക്കെ ഞാൻ എല്ലാണ്ട് പൊതുവേ ഞാൻ പറയുന്നത് ഈ ചിപ്സ് എന്തെല്ലോ സാധനം അല്ല എടുത്തില്ല ഇങ്ങനത്തെ ഒക്കേഷണൽ കാര്യത്തിന് വെക്കാം. ഗാന്ധിജിന്റെ ബർത്ത്ഡേ, ജവഹർലാൽ നെഹ്റുവിന്റെ ശിശുദിനം, ഇങ്ങനത്തെ നമുക്ക് വായിലിടാം. ഫുഡ് മധുരം സ്വീറ്റ്സ് എടാ. എന്ത് സ്വാദ്. ഡാൻസ് കരോക്കെ ബാറ്റിൽ കുര്യൻ വേഴ്സസ് ഷമീർ എന്ന് പറയുന്നുണ്ട്. അത് കളിക്കും. കുര്യൻ വേഴ്സസ് ഷമീർ ഡാൻസ് ബാറ്റിൽ. ഡാൻസ് ബാറ്റിൽ ഒന്നും ചെയ്യാനുള്ള എനർജി ഇല്ലടാ, അതാണ് പ്രശ്നം. ആർക്കും എനർജി ഇല്ല. നീ ചെയ്യോ? ഓക്കെ. നീ ഉറങ്ങി 1 മണിക്കൂർ ഉറങ്ങിയില്ലേ? നീ എന്താ പറയുന്നത്? 2 ദിവസം ഉറങ്ങാണ്ട് 1 മണിക്കൂർ ഉറങ്ങിയത് നീ എന്തോ വലിയ കാര്യം പോലെ പറയാൻ എന്നോട്. അഖിലെ ഒന്ന് അനങ്ങിനില്ലേ? അനങ്ങിനില്ലേ? അഖിലെ ഒന്ന് അനങ്ങിനില്ല. 5.99 യൂറോസ് ആൻഡ്രിയ. അഖിലെടാ ആ അഖിലൊന്ന് സെറ്റായി വരാൻ ടൈം എടുക്കും തോന്നല്ലേ? അഖില് ഇതുവരെ വന്നിട്ട് ബായ് തുറന്ന് മര്യാദക്ക് സംസാരിച്ചിട്ട് പോലും അല്ല അഖില്. പിന്നെ ഇതാ അല്ല ഒരു മിനിറ്റ് ഞാൻ ഒരു സൂപ്പർ ചാറ്റ് കാണിച്ചു തരാം. ഗൈസ് ഞാൻ ഒരു സൂപ്പർ ചാറ്റ് കാണിച്ചു തരാം. ഇതാരാന്ന്? ഷമീർ ഇക്ക സുഖ അല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരാള് സൂപ്പർ ചാറ്റ് നേരത്തെ അയച്ചോണ്ടായിരിക്കും ഷമീർ. അതെന്താ എന്റെ തലയില് കക്കൂസിന്റെ ബ്രഷാ? എന്താ കക്കൂസ് എന്ന ബ്രഷാ? കക്കരി ഓടിയതാ. ഇതിപ്പോ ഉണ്ടാക്കിക്കൊണ്ടാ തോന്നുന്നു. അല്ലടാ മുന്നേ ആക്കി ആരോ പേര് മാറ്റിട്ട് നിന്റെ ഓജോ ബോർഡ് പറയുന്നുണ്ട്. ഓജോ ആരെ ഏൽപ്പിച്ചാണ്? ഞാൻ ഒന്നാമത്തെ കാര്യം പറട്ടെ, എനിക്കിപ്പൊ ഒന്നും ചിന്തിക്കാനും ഇതാക്കാനും പൂരാ സമയം കിട്ടുന്നില്ല. എനിക്ക് അത്രയും മീറ്റിംഗ്സ്, അത്രയും കോൾസ്, അത്രയും ആൾക്കാരോട് സംസാരിക്കേണ്ടി വരുന്ന അതിന്റെ ഇടയിൽ കുറെ കാര്യത്തിന്റെ ഇടയിൽ ഞാൻ ഓട്ടത്തിലാണ്. ആരൊക്കെ ഇത് ചിന്തിക്കാൻ കഴിയില്ല. ഞാൻ ഏൽപ്പിച്ച സാധനം ഇടത്ത ഈ കുമ്പളങ്ങനെ ഈ കുമ്പളങ്ങനോട് ഇനി ഞാൻ സംസാരിക്കുന്നില്ല, ഇവനോട് ഇനി ഞാൻ സംസാരിക്കുന്നില്ല. എല്ലാരോടും കൂടിയിട്ട് പറയുന്നത് ആരാന്ന് വെച്ചാൽ നോക്കി ചെയ്തോളൂ. ഞാൻ ഓരോ കാര്യങ്ങളോട് ബോർഡ് വാങ്ങിച്ച് നേരെ മെൽവിന്റെ വരയ്ക്കാൻ വേണ്ടി കൊടുത്ത് ഞാൻ ഇന്നലെ നാട്ടിൽ പോയിരുന്നു 2 ദിവസം.